എൻ്റെ പേര് ഫാദർ ഏണസ്റ്റ് OCD എന്നാണ്. ഇവിടെ കുട്ടിക്കാനത്താണ് ഞങ്ങളുടെ ആശ്രമം ഉള്ളത്. ഞങ്ങളുടെ ആശ്രമത്തിന് അടുത്തുള്ള ഇടവ ദേവാലയത്തിന് കീഴിലുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് കുരിശിൻ്റെ തീർത്ഥാടന കേന്ദ്രം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ വൈകുന്നേരവും ഇവിടെ നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട്. ഒത്തിരി ആളുകൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരിടമാണ്. നാനാജാതി മതസ്ഥരായ ഒത്തിരിയേറെ വ്യക്തികൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാ ദിവസവും ആദ്യ വെള്ളിയാഴ്ചകളിലാണ് ആയിരങ്ങൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. വളരെ വലിയ ശുശ്രൂഷ ആദ്യ വെള്ളിയാഴ്ചകൾ നടക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ കുരിശിൻ്റെ നടയിൽ തപസ് കാലത്ത് ബൈബിൾ കൺവെൻഷൻ നടത്താറുണ്ട് 5 ദിവസം. ഈ വർഷവും 2026 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 1 വരെയാണ് വിജയപുരം രൂപതയുടെ മുൻസിഫായ സെബാസ്റ്റ്യൻ ബൂത്തിങ്കൽ അച്ഛനാണ് ധ്യാനം നയിക്കുന്നത്. വിജയപുരം രൂപതയിൽപ്പെട്ട സെൻറ് ജോസഫ് റോമൻ കത്തോലിക്ക ദേവാലയത്തിന് മുൻപിലാണ് നാം ഇപ്പോൾ. ഇവിടുത്തെ പുരാണ കുരിശിൻ്റെ ചരിത്രമൊന്ന് പരിശോധിക്കാം. 19-ാം നൂറ്റാണ്ടിൽ എസ്റ്റേറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊച്ചിയിൽ നിന്ന് വന്ന കത്തോലിക്കരായ മേസ്തിരിമാർ ആനപ്പാലത്തിനടുത്താണ് താമസിച്ചിരുന്നത്. സാംക്രമിക രോഗങ്ങളും പൈശാചിക ബന്ധനങ്ങളും അവരുടെ ജീവിതം ദുരിതപൂർണമാക്കി. തുടർന്ന് അവർ സ്വദേശമായ കൊച്ചിയിലേക്ക് പോവുകയും കുരിശിന് ചുവട്ടിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവർ ഈ കുരിശ് കുട്ടിക്കാനത്ത് കൊണ്ടുവരികയും ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. തൽഫലമായി സാംക്രമിക രോഗങ്ങളും അസ്വസ്ഥതകളുമെല്ലാം ഈ പ്രദേശത്ത് നിന്നും മാറിപ്പോയി. അന്നു മുതൽ ഇന്നുവരെ നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ മെഴുകുതിരി കത്തിച്ചു വെച്ച് കുരിശടിയിൽ പ്രാർത്ഥനകൾ നടത്തി വരുന്നു. 2002 ആഗസ്റ്റ് ആദ്യ വെള്ളിയാഴ്ച വിശുദ്ധ കുരിശിൻ്റെ നൊവേന ബഹുമാനപ്പെട്ട ആന്റണി കനകമംഗലം അച്ഛൻ ആരംഭിച്ചു. തുടർന്ന് നാളിതുവരെ എല്ലാ വെള്ളിയാഴ്ചകളും കുരിശിൻ്റെ നൊവേന ഇവിടെ നടത്തപ്പെടുന്നു. നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ ഈ നൊവേനയിലും തുടർന്നുള്ള ദിവ്യബലിയിലും സംബന്ധിക്കാറുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളണമേ. എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ 11 മണിക്കും വൈകുന്നേരം 5:30ക്കും ഇവിടെ നൊവേനയും തിരുക്കർമ്മങ്ങളും നടത്തപ്പെടുന്നു. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളും പള്ളിയോട് ചേർന്നുള്ള ഈ ആലയത്തിൽ വിശുദ്ധ കുർബാനയും മറ്റ് തിരുക്കർമ്മങ്ങളും നടത്തപ്പെടുന്നു. വികാരി ഫാദർ ജോൺസൺ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് വിക്രമൻ, ഏലപ്പാറയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വരാൻ കാരണം എൻ്റെ മകളുടെ കല്യാണത്തിന് എൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഞാനിവിടെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പലരും എന്നെ സഹായിക്കാൻ ഒരുങ്ങി. അത് ഇവിടുത്തെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഞാൻ ഈ പള്ളിയിൽ നിത്യവും വരികയും എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുകയും വീട്ടിലും ഇവിടുത്തെ ഫോട്ടോ വെച്ച് ഞാൻ മെഴുതിരി കത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് 2 പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. എൻ്റെ കാലിന് കുഴപ്പമായി. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ മുറിക്കണമെന്ന് പറഞ്ഞു മുട്ടിന് താഴെ. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ വരികയും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ കാലിനിപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഹാർട്ടിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു സഹായം മാത്രമാണ് ഇന്ന് എനിക്ക് അനുഗ്രഹമായിട്ടുള്ളത്. പക്ഷേ എനിക്കിവിടെ അല്ലാതെ എനിക്ക് വേറൊരു സ്ഥലമില്ല. എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കിടക്കാടമില്ല. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്കും അറ്റാക്ക് വന്നതാണ്.
ഞങ്ങൾ ഇവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കഴിയുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും മിക്ക വെള്ളിയാഴ്ചകളിലും ഞാനിവിടെ വരികയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജോലി ഹോട്ടലിലാണ്, സപ്ലയറായിട്ടാണ് ഞാൻ പണി ചെയ്യുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ പണിയുണ്ട്, അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ട്. ഈ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. വേറെ എനിക്കൊരു വരുമാനവുമില്ല. ഇവിടുത്തെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഇവിടുത്തെ അനുഗ്രഹമുണ്ട്. ഞാൻ ഏത് കാര്യം വിചാരിച്ചാലും ഇവിടുത്തെ കാര്യം മനസ്സിൽ വിചാരിച്ചാൽ എനിക്ക് നടന്നിരിക്കും. അത് ഉറപ്പായ കേസ് കെട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ ഞാൻ ഇവിടുത്തെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ, എനിക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു വിശ്വാസത്തിൽ ഇന്നും ഈ സമയം വരെയും നടന്നു പോകുന്നു. എല്ലാവരും വന്ന് തിരികൾ കത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ കടന്നു പോകുന്നവരായിരുന്നു. എങ്കിലും ഞങ്ങൾക്കിതിൻ്റെ അനുഭവമായത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ വന്ന മാറ്റങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ വടക്കംപറവൂർ ഭാഗങ്ങളിലും കൊച്ചി മേഖലകളിൽ നിന്നൊക്കെ കടന്നു വന്ന് ഇവിടെ ജീവിച്ചവരാണ്. തൊഴിലാളി മേഖലകളിലേക്ക് തൊഴിലാളികളായിട്ട് ഇവിടെ കടന്നു വരികയും ഇവിടെ അന്നത്തെ അരാജകത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് അന്ന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച കാലഘട്ടമായിരുന്നു. വടക്കംപറവൂർ മേഖലകളിൽ നിന്നും വന്ന അച്ഛന്മാരാണ് ഈ കുരിശിനെ ഉയർത്തുവാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടത്.